رسول الله وعلى آله وصحبه ومن والاه أما بعد ബഹുമാനിതരായ സഹോദരങ്ങളെ അൽ-ഉസൂൽ സിത്തയാണ് നമ്മൾ ളുഹറിന് മുമ്പ് വായിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ 3 അസ്ലുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്നാമത്തെ അസ്ൽ അൽ-ഇഖ്ലാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക, അതിനെതിരാകുന്ന എല്ലാവിധ ശിർക്കുകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക എന്നുള്ള അടിസ്ഥാനമാണ്. രണ്ടാമത്തത് ലുസൂമുൽ ജമാഅ, മുസ്ലിം ജമാഅത്തിനെ മുറുകെ പിടിക്കുക, മുസ്ലിമീങ്ങൾ ഐക്യത്തോടുകൂടി ഭിന്നിക്കാതെ മുന്നോട്ട് പോകുക എന്ന വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. മൂന്നാമത്തേത് അസ്സംഉ വത്താഅ, മുസ്ലിം ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലാക്കിയതുപോലെ ഈ 3 അടിസ്ഥാനങ്ങളിലും പിഴച്ച ധാരാളം കക്ഷികളെ മുസ്ലിം ഉമ്മത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ അസ്ലിൽ പിഴച്ചുപോയി വ്യത്യസ്ത ശിർക്കിന്റെ പ്രവർത്തനങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ കാണാം. രണ്ടാമത്തേത് ഇജ്തിമാ ആണ്, മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടുകയാണ് വേണ്ടത്. വ്യത്യസ്ത ഗ്രൂപ്പുകളും കക്ഷികളുമാക്കി അനൈക്യം പാടില്ല, ഐക്യത്തോടുകൂടി മൻഹജു സലഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉണ്ടായിരുന്ന മാർഗത്തിൽ ഒരുമിക്കണം എന്ന അസ്ലിൽ നിന്നും തെറ്റിപ്പോകുന്ന വ്യത്യസ്ത ബിദ്ഈ കക്ഷികളെ നമുക്ക് കാണാം. മൂന്നാമത്തേത് അസ്സംഉ വത്താഅ, ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അവരെത്ര വലിയ അക്രമകാരികളാണെങ്കിലും എത്ര വലിയ ഹറാമുകൾ ചെയ്യുന്നവരാണെങ്കിലും അവർ നമ്മോട് ഹറാം കൽപ്പിക്കാത്ത കാര്യങ്ങളിലെല്ലാം തന്നെ അനുസരിക്കണം. ഹറാമുകളിൽ മാത്രമാണ് അനുസരണ പാടില്ലാത്തത്. അപ്പോഴും അവരെ വിമർശിക്കാനോ അവരെ പരസ്യമായി തിരുത്തുവാനോ പാടില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം. അത് 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. നാലാമത്തെ സഹോദരങ്ങളെ അൽ അസ്ലു റാബിഅ, നാലാമത്തെ അടിസ്ഥാനം ബയാനുൽ ഇൽമി വൽ ഉലമാ വൽ ഫിഖ്ഹി വൽ ഫുഖഹ വമൻ തശബ്ബഹ വബയാനു മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും. ഇൽമും ഉലമാക്കളും, ആരാണ് യഥാർത്ഥത്തിലുള്ള ഉലമാക്കൾ, ആരാണ് അവരോട് സാദൃശ്യം പുലർത്തുന്ന പിഴച്ച പണ്ഡിതന്മാർ, ഈ ഒരു അടിസ്ഥാനമാണ് അദ്ദേഹം നാലാമതായി കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു വഖദ് ബയ്യന അല്ലാഹു തആല ഹാദൽ അസ്ല ഫി അവ്വൽ സൂറത്തുൽ ബഖറ മിൻ ഖൗലിഹി തആല യാ ബനി ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും വഇയ്യായ ഫർഹബൂൻ ഇലാ ഖൗലിഹി യാ ബനി ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. സൂറത്തുൽ ബഖറയിലുള്ള 40 മുതൽ 47 വരെയുള്ള ആയത്തുകളാണ് അദ്ദേഹം അതിന് തെളിവായി കൊടുത്തിട്ടുള്ളത്. എൻ സഹോദരങ്ങളെ, അതിനുശേഷം അദ്ദേഹം പറയുന്നു വയസീദുഹു വുളൂഹൻ മാ സറഹത് ബിഹി അസ്സുന്ന ഫീ ഹാദൽ കലാമിൽ കസീർ അൽ ബയ്യിനിൽ വാദിഹ് ലിൽ ആമ്മി അൽ ബലീദ്. ഈ പറയുന്ന കാര്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആരാണ് യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർ, ആരാണ് പണ്ഡിതന്മാരോട് കേവലം സാദൃശ്യം പുലർത്തുന്ന ആളുകളെ പിഴവിലേക്ക് നയിക്കുന്നവർ എന്ന് ഈ ആയത്തുകളിൽ മറ്റും വ്യക്തമാണ്. എന്നാൽ അതിനോട് കൂടുതൽ വ്യക്തത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ കാണാം. അത് ആമ്മികളായ സാധാരണക്കാരായ വളരെ വിവരം കുറഞ്ഞ ആളുകൾക്ക് പോലും വ്യക്തമായ കാര്യമാണ്. എന്നാൽ ثم صار هذا اغرب الاشياء فصار العلم والفقه هو البدع والضلاله. പിന്നീട് ജനങ്ങൾക്ക് ഇത് വലിയ അപരിചിതത്വം നിറഞ്ഞിട്ടുള്ള ഗരീബായിട്ടുള്ള ഒരു കാര്യമായി മാറി. എത്രത്തോളം എന്ന് വെച്ചാൽ ഇൽമും ഫിഖ്ഹും, യഥാർത്ഥ ദീനിന്റെ വിജ്ഞാനവും അതിൽ അവഗാഹം നേടലുമൊക്കെ ആളുകൾ ബിദ്അത്തും വഴികേടുകളുമായി പ്രഖ്യാപിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അവരുടെ ഇൽമും ഫിഖ്ഹുമായിട്ടുണ്ടാകുന്നത് ബിദ്അത്തുകളും ദലാലത്തുമാണ്. അവരുടെ അടുക്കലുള്ള ഏറ്റവും ഖൈറായ കാര്യം അത് ഹക്കിനെയും ബാത്തിലിനെയും ഒരുമിച്ച് കൂട്ടലാണ്, അതിനെ കൂട്ടിക്കുഴക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ, അവൻ പുകഴ്ത്തിയിട്ടുള്ള കാര്യം അത് സിന്ദീഖുകളും മജ്നൂനുകളും പറയുന്ന കാര്യമായിട്ടാണ് അവർ പറയുന്നത്. വസാറ മൻ അൻകറഹു വആദഹു വസന്നഫ ഫി التحذير منه والنهي عنه هو الفقيه العالم. യഥാർത്ഥ ഇൽമിനെ വിരോധിക്കുകയും യഥാർത്ഥ ഇൽമിനെ താക്കീത് ചെയ്യുകയും അതിനോട് ശത്രുത പുലർത്തുകയും ചെയ്യുന്ന ആളുകളെ അവർ ഫുഖഹാക്കളും ഉലമാക്കളുമായി കാണാനും തുടങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. കാരണം ദീനുൽ ഇസ്ലാമിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയുന്ന അംഗീകരിക്കുന്ന കാര്യമാണ് ഈ ദീൻ ഇൽമിനും
അതിന്റെ വാഹകരായ ഉലമാക്കൾക്കും വലിയ സ്ഥാനം നൽകുന്ന ദീനാണെന്നുള്ളത്. കാരണം ഈ ദീൻ ഇത് പഠിക്കുന്ന ആളുകൾക്കാണ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക. ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാതെ പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ് എപ്പോഴും കൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ദീൻ പഠിക്കൽ ഫർളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ കേട്ടതുപോലെ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമു പഠിക്കുക, അവന് നിർബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദീനി വിജ്ഞാനം കരസ്ഥമാക്കുന്ന ആളുകളെ പുകഴ്ത്തുകയും അവർക്കുള്ള മഹത്തായ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു ചോദിച്ചു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരുപോലെയാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അത് ഒരുപോലെയാകുകയില്ല എന്ന യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബുദ്ധിമാന്മാരായ ആളുകൾക്കാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇൽമിന്റെ വാഹകരായ പണ്ഡിതന്മാരെ കുറിച്ച് അറിയിച്ചത്, ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. അംബിയാക്കൾ ദീനാറോ ദിർഹമോ അനന്തരമായി കൊടുക്കാറില്ല. ഇന്നമാ വറസു അൽ ഇൽം. തീർച്ചയായും അവർ അനന്തരം നൽകുന്നത് ഇൽമാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. ആരാണോ ആ ഇൽമ് സ്വീകരിച്ചിട്ടുള്ളത് അവർക്കാണ് ഏറ്റവും നല്ല ഓഹരി ലഭിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇൽമുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ്. നിങ്ങൾ പലപ്പോഴും അതിന്റെ ശ്രേഷ്ഠതകളും മറ്റും കേട്ടതാണ്. ശരി, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് യഥാർത്ഥത്തിലുള്ള ഇൽമും യഥാർത്ഥത്തിലുള്ള ഉലമാക്കളും ആരുടെ കയ്യിലാണുള്ളത്? ആരാണ് ഈ ഇൽമുണ്ട് എന്ന് അവകാശപ്പെടുകയും ബാഹ്യമായി ഉലമാക്കളുടെ കോലം കെട്ടി നടക്കുകയും ചെയ്യുന്നത് ആരാണ്? ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ അവർ വഴിപഴച്ചു പോകാനുള്ള ഏറ്റവും വലിയ ഒരു കാരണമായി വന്നിട്ടുള്ളത് ഇവർ ഇത്തരത്തിലുള്ള പിഴച്ച പണ്ഡിതന്മാരെ പിൻപറ്റുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തലപ്പാവ് കെട്ടിയ ഈ രൂപത്തിൽ കോലം കെട്ടിയ ആളുകളൊക്കെ പണ്ഡിതന്മാരാണ് എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അവരെന്താണ് ആളുകളോട് പഠിപ്പിക്കുന്നത്? അവർക്ക് ഉലമാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ കയ്യിലുണ്ടോ? ഇതൊന്നും ആളുകൾ പരിശോധിക്കാറില്ല. അതാണ് അദ്ദേഹം ഇവിടെ വളരെ വേദനയോടുകൂടി ആളുകൾ അകപ്പെട്ടു പോയിട്ടുള്ള ഈ ഒരു വലാലത്തിനെ കുറിച്ച് പറഞ്ഞത്. ഈ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് അദ്ദേഹം സൂറത്തുൽ ബഖറയിലുള്ള 40 മുതൽ 47 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യാൻ പറഞ്ഞത്. കാരണം ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിന് നൽകിയ ഏറ്റവും വലിയ നിഅമത്തായ ദീൻ, അതിനെക്കുറിച്ച് അല്ലാഹു തആല ഓർമ്മിക്കാൻ അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഇൽമിന്റെ വാഹകരായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ പെട്ടതാണ്, നിങ്ങൾ ഒരിക്കലും വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല. നിങ്ങൾ എന്റെ ദൃഷ്ടാന്തങ്ങളെ തുച്ഛമായ വിലക്ക് വിറ്റ് കളയരുത്. ഇത് യഥാർത്ഥ ഇൽമു വഹിക്കുന്ന ആളുകളുടെ ഗുണത്തിൽപ്പെട്ടതല്ല. ഇൽമുണ്ടെന്ന് ബാഹ്യമായി കാണിക്കുകയും എന്നാൽ ഇൽമിന് യാതൊരു വിലയും കാണാത്ത, ദീനിന് യാതൊരു വിലയും കാണാത്ത ആളുകൾ അവർ തുച്ഛമായ ലാഭത്തിന് ദീനിനെ വിറ്റുകളയും. പല ആളുകളും അവർക്കറിയാം ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, അവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമല്ല എന്നറിയിക്കുന്ന ആളുകൾ അവർക്ക് പക്ഷെ ദുനിയാവാണ് മുഖ്യം. അതുകൊണ്ട് ആ ദുനിയാവ് ലഭിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്ന എത്ര വലിയ തുകയാകട്ടെ അത് തുച്ഛമാണ്. യഥാർത്ഥത്തിൽ ഈ ദീനിനു പകരം അവർ കൈപ്പറ്റുന്ന എത്ര വലിയ തുകയാകട്ടെ ഇത് തുച്ഛമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കലും ദീന് വിറ്റ് കളയാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ബനൂ ഇസ്രായേൽകാരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഈ ഉമ്മത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്കുമുള്ള താക്കീതാണ്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ. പിന്നീട് അല്ലാഹു പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഹഖും ബാത്തിലും സത്യവും അസത്യവും നിങ്ങൾ കൂട്ടിക്കുഴക്കാൻ പാടില്ല. വതക്തുമുൽ ഹഖ്. ഹക്കിനെ മറച്ചു വെക്കാൻ പാടില്ല. വഅൻതും തഅലമൂൻ. നിങ്ങൾക്കറിയുന്നവരാണ്. ഈ പറയുന്ന പണ്ഡിതന്മാരായി അഭിനയിക്കുന്ന ആളുകളെ ഞാൻ സുൽത്താനുൽ ഉലമയാണ് അല്ലെങ്കിൽ ഖമറുൽ ഉലമയാണ് എന്നൊക്കെ വ്യത്യസ്ത പേരുകളിൽ അറിയിക്കുന്ന ഈ പറയുന്ന പല പുരോഹിതന്മാർക്കും പല സത്യങ്ങളും കൃത്യമായി അറിയുന്നവരാണ്. പല കുറി അവർ അത് സമ്മതിക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷേ ദുനിയാവിന് വേണ്ടി അവരത് തുറന്നു പറയാൻ അത് സന്നാഹം കാണിക്കുകയില്ല. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ലഭിക്കുന്നത് പോലെയുള്ള ദുനിയാവ് ലഭിക്കുകയില്ല. അതാണ് അദ്ദേഹം ഈ ആയത്തുകൾ പാരായണം ചെയ്യാൻ പറഞ്ഞത്. കാരണം ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ആരാണ് യഥാർത്ഥ ഉലമാക്കൾ, ആരാണ് അവരോട് വേഷം കാണിക്കുന്ന ആളുകൾ എന്ന് കാണാൻ സാധിക്കും. ഇനി ഈ ഉലമാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേൽകാരോട് കൽപ്പിച്ച കാര്യമാണ് വഅഖീമുസ് സ്വലാ വആതുസ് സക്കാ വർകഉ മഅർ റാക്കിഈൻ.
നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, ജമാഅത്തായി നിസ്കരിക്കണം, റുക്കൂ ചെയ്യുന്നതോടൊപ്പം റുക്കൂ ചെയ്യണം. യഥാർത്ഥ പണ്ഡിതന്മാർ ഈ രൂപത്തിലായിരിക്കും. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നിങ്ങൾ അത് മറന്നുപോവുകയും ചെയ്യും. നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നുമുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ നിസ്കാരവും സബ്റും മുഖേന നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, തഖ്വയുള്ള ഖുശൂഉള്ള ആളുകളല്ലാത്ത ആളുകൾക്ക് ഇത് നിസ്കാരം എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർ ആരാണ്, അതല്ലാത്ത അവരോട് വേഷം കെട്ടിയ ആളുകൾ ആരാണ് എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, എന്നാൽ പിന്നീട് ആളുകൾ ഇത് നേരെ തകിടം മറിച്ചിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ദീനിനെയും അതിനുള്ള ഇൽമിനെയും അത് ബിദ്അത്തുകളും വലാലത്തുകളുമാണ് ദീനും ഇൽമുമായി ആളുകൾ മനസ്സിലാക്കുന്നത്. ദീനിലില്ലാത്ത പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്ന, ദീനിലില്ലാത്ത പല വഴികേടുകളും പല ത്വരീഖത്തുകളും കൊണ്ടുവരുന്ന ആളുകളാണ് ജനങ്ങൾ പലപ്പോഴും ഇൽമിന്റെ വാഹകരായി, ഇൽമുള്ള ആളുകളായി മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതുകൊണ്ടാണ് പറഞ്ഞത് വഖിയാറു മാ ഇൻദഹും ലബ്സുൽ ഹഖ് ബിൽ ബാത്തിൽ. ഈ പറയുന്ന ആളുകൾക്ക് ഉള്ള ഖൈർ, എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടെങ്കിൽ അത് ഈ ഒരു പിഴവ് മാത്രമാണ്. എന്താണത്? ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കുക. അതല്ലാതെ വേറെ ഇൽമൊന്നും ഇവരെടുത്തില്ല. സാധാരണഗതിയിൽ ഈ പറയുന്ന പിഴച്ച വഴികേടിന്റെ പണ്ഡിതന്മാർ ഇൽമോ ഉലമാ ഈ പറയുന്ന ഖുർആനോ ഹദീസോ ഇതിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് ഇവർ ചെയ്യുകയേയില്ല. അങ്ങനെ ആളുകളെ ഖുർആനിന്റെ തഫ്സീർ പഠിപ്പിച്ച് സഹാബികൾ എന്താണ് പറയുന്നത്, താബിഈങ്ങൾ എന്താണ് അഭിപ്രായപ്പെട്ടത്, ഈ ആയത്ത് പറഞ്ഞ് ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്, ഇബ്നു ഉമറിന്റെ അഭിപ്രായം ഇങ്ങനെയാണ് റളിയല്ലാഹു അൻഹും. അങ്ങനെ തഫ്സീർ പഠിപ്പിക്കുക, ഹദീസുകൾ വിശദീകരിച്ച് അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊന്നും ഇവരുടെ കയ്യിൽ കാണാൻ സാധിക്കുകയില്ല. ഇവരുടെ കയ്യിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഉള്ളത് വഖിയാറു മാ ഇൻദഹും ലബ്സുൽ ഹഖ് ബിൽ ബാത്തിൽ, ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കാൻ മാത്രം ഇവര് കിതാബ് തുറക്കുന്നവരാണ്. ഏതെങ്കിലും വിഷയത്തിൽ ആളുകളെ പഴപ്പിക്കണോ, അങ്ങനെ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കാൻ അപ്പോൾ ഇവരുടെ കയ്യിൽ അട്ടിക്കണക്കിന് കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാത്ത സമയത്ത് ഇവർക്ക് ഈ കിതാബുകളുമായോ ഈ തഫ്സീറുകളുമായോ ഈ ഹദീസിന്റെ വിശദീകരണവുമായോ യാതൊരു ബന്ധം ഉണ്ടാവുകയില്ല. ജനങ്ങളതൊട്ട് പഠിപ്പിക്കുകയുമില്ല. ജനങ്ങൾക്ക് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഇല്ലാ കഥകൾ, ഇന്ന ഖബറിന്റെ അടുക്കൽ പോയ ഉപകാരം ഉണ്ട്, ഇന്നയാൾ ഇന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്, ആ രൂപത്തിലുള്ള ഖുറാഫാത്തുകളും ബിദ്അത്തുകളും ഇതാണ് അവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഇൽമുമായി ബന്ധമുള്ളത് ഈ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അതിനാണ് ഇവർ ഇൽമ് ആകെ ഉപയോഗപ്പെടുത്തുന്നത്. ഇവർ പഠിക്കുന്ന മന്തിക്കുകളും ഇവർ പഠിക്കുന്ന തർക്കശാസ്ത്രങ്ങളും ഇവർ പഠിക്കുന്ന ഉസൂലുകളുമൊക്കെ ആകെ ഉപയോഗപ്പെടുത്തുന്നത് ഈ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചു വന്നാൽ, ഹക്കിലേക്ക് പോകുമെന്ന് കണ്ടാൽ അപ്പോൾ ഇത് കൊണ്ടുവന്ന് ആളുകളെ ഹക്കിൽ നിന്നും തടയുക, ബാത്തിലിൽ തന്നെ തളച്ചിടുക. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ആകെ അത് ഉപയോഗപ്പെടുത്തുന്നത്. വഖിയാറു മാ ഇൻദഹും ലബ്സുൽ ഹഖ് ബിൽ ബാത്തിൽ. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, ജനങ്ങളുടെ അടുക്കൽ എന്തായി തീർന്നു? യഥാർത്ഥ ദീന് പറയുന്ന, യഥാർത്ഥ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അവർ സിന്ദീഖുകളാണ്, ദീനിൽ നിന്നും പുറത്തുപോയ ആളുകളാണ്, പുതിയ ദീന് കൊണ്ടുവന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അവരെ വിമർശിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ വിമർശിക്കുന്ന, യഥാർത്ഥ ദീൻ കൊണ്ടുവന്നവരെ വിമർശിക്കുന്നവരെയാണ് ഇവർ പിന്നീട് പണ്ഡിതന്മാരായി കൊണ്ടുവരുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമല്ല ഇത്. നമുക്കറിയാമല്ലോ, 200 വർഷം മുമ്പ് നജിദിൽ, സൗദി അറേബ്യയിൽ എന്തായിരുന്നു അവസ്ഥ? ലോകത്തിന്റെ പല കാര്യങ്ങളിലും എന്തായിരുന്നു അവസ്ഥ? ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള ആ ഒരു ശിർക്കിലേക്ക്, പഴയ ജാഹിലിയത്തിലേക്ക് തന്നെ എത്തിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഖബറിനെ ആരാധിക്കുന്നു, വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ആരാധിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത ഔലിയാക്കളെന്നും അതുപോലെ അമ്പിയാക്കളെന്നും ഒക്കെ വാദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്ത മക്കയിൽ ഉൾപ്പെടെ മദീനയിൽ ഉൾപ്പെടെ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു നജ്ദിലും ഹിജാസിലും അങ്ങനെയുള്ള പല ജസീറത്തുൽ അറബിൽ പോലും ഉണ്ടായിരുന്നത്. ഇതിനെതിരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് തിരികെ വിളിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം കടന്നു വരികയുണ്ടായി. അദ്ദേഹം അതിലേക്ക് ആളുകളെ ക്ഷണിച്ചു. കൃത്യമായി ഇത് ചെയ്യാൻ പാടില്ല, ഇത് ഷിർക്കാണ്, ഇത് തന്നെയാണ് മക്ക മുശ്രിക്കുകളും ചെയ്തത്, നിങ്ങൾ ഈ ഒരു ഷിർക്കിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ നരകക്കാരായി മരണപ്പെടും. താക്കീത് ചെയ്തുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു.
അതിനെ പിൻപറ്റിക്കൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ ഈ ആദർശം സ്വീകരിച്ചുകൊണ്ട് തൗഹീദിലേക്ക് ആളുകൾ ക്ഷണിച്ചു, ഷിർക്കിൽ നിന്നും ആളുകളെ താക്കീത് ചെയ്യാൻ തുടങ്ങി. പിന്നീട് എന്താണ് സംഭവിച്ചത്? ആരാണോ ഈ യഥാർത്ഥ ഹക്കിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് ക്ഷണിച്ചത്, ഇവർ സിന്ദീഖുകളായും ദീനിൽ നിന്നും പുറത്തുപോയവരായും കാഫിറുകളായും അങ്ങനെ വലാലത്തിന്റെ ആളുകളായും പരിചയപ്പെടുത്തി, ഭ്രാന്തന്മാരാണെന്ന് പരിചയപ്പെടുത്തി. അവരിൽ ചിലരെ ആക്രമിക്കുന്നതിനോ അവരിൽ ചിലർ ഉപദ്രവിക്കുന്നതിനോ ചിലരെ വധിച്ചു കളയുന്നതിനോ ഇവർക്ക് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. കാരണം ഇവർക്ക് ആരാണ് ഉലമാക്കൾ, ആരാണ് യഥാർത്ഥത്തിലുള്ള ഹക്കിന്റെ ഉലമാക്കൾ, ആരാണ് ബാത്തിലിന്റെ ഉലമാക്കൾ ആരാണ് എന്ന കാര്യം ആ അടിസ്ഥാനം മനസ്സിലാക്കാതെ പോയി. ഖുർആനും സുന്നത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കാത്തവരായ ആളുകളെ ജനങ്ങൾ എന്നാണോ ഉലമാക്കളായി, പറയുന്ന കാര്യം ജീവിതത്തിൽ പകർത്താത്തവരെ എന്നാണോ ജനങ്ങൾ ഉലമാക്കളായി കണ്ടത്, അന്ന് അവർക്ക് ഏറ്റവും വലിയ പതനം ആരംഭിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിൽ ഇന്ന് കാണുന്നതാണ്. ഏറ്റവും വലിയ ബിദ്അത്തിന്റെയും വലാലത്തിന്റെയും യാതൊരു വിവരം ഖുർആനുമായി ഉണ്ടാവുകയില്ല, സുന്നത്തുമായി ഒരു വിവരം ഉണ്ടാവുകയില്ല. ഇല്ലാത്ത കള്ളക്കഥകൾ, സ്വപ്ന കഥകൾ ഇങ്ങനെ വിവരിച്ചുകൊണ്ട് ആളുകളെ ബാത്തുലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവരെ എന്ന് സമൂഹം തിരിച്ചറിയുന്നുവോ, ഇവരെ എന്ന് ഇവർ കള്ള നാണയങ്ങളാണെന്ന് മനസ്സിലാക്കുന്നുവോ, അന്ന് സമൂഹത്തിന് ഇൻഷാ അല്ലാഹ് വലിയൊരു തുറവുണ്ടാകും. ആളുകളിൽ അധികവും രക്ഷപ്പെട്ടത് അങ്ങനെയാണ്. ഇവർ പലരും ഇത്തരത്തിലുള്ള കുഫറിലേക്കും ഷിർക്കിലേക്കുമാണ് ക്ഷണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് പല ആളുകൾക്കും സത്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഉലമാക്കൾ അവർ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കും. യഥാർത്ഥത്തിൽ ഉലമാക്കൾ സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കും. അവർ ദീന് ദുനിയാവിന് വേണ്ടി വിൽക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് ക്ഷണിക്കുകയും അമ്പിയാക്കളുടെ മാതൃകയിൽ ആ പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരായിരിക്കും. ഇതാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞു വന്നിട്ടുള്ളത്. ശേഷം സഹോദരങ്ങളെ, അഞ്ചാമത്തെ അൽ അസ്ലുൽ ഖാമിസ്, അഞ്ചാമത്തെ അടിസ്ഥാനം ബയാനുല്ലാഹി സുബ്ഹാനഹു ലിഔലിയാഇല്ലാഹ് വതഫ്രീഖുഹു ബൈനഹും വബൈനൽ മുതശബ്ബിഹീന ബിഹിം മിൻ അഅദാഇല്ലാഹിൽ മുനാഫിഖീന വൽ ഫുജ്ജാർ. നാലാമത്തെ അടിസ്ഥാനം നമ്മൾ ആരാണ് യഥാർത്ഥത്തിലുള്ള ഉലമാക്കൾ എന്നാണ് മനസ്സിലാക്കിയത്. എങ്കിൽ അഞ്ചാമത്തേത് സഹോദരങ്ങളെ, ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ? മൻഹും ഔലിയാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണ്? മൻഹും ഔലിയാ ശൈത്താൻ. പിശാചിന്റെ ഔലിയാക്കൾ ആരാണ്? പിശാചിന്റെ കൂട്ടാളികൾ ആരാണ്? ഈ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. കാരണം പലപ്പോഴും ആളുകൾ അള്ളാഹു അല്ലാത്ത പലരുടെയും, വലിയകളുടെയും സാലിഹ്യങ്ങളുടെയും ഒക്കെ അടുക്കൽ പോയി ഇബാദത്തുകൾ പലതും അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും ഒക്കെ അർപ്പിക്കുന്നത് ഇവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് ആദ്യം വാദിച്ചിട്ടാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് ഇവർ. ഇതിനെങ്ങനെയാണ് ഔലിയാക്കളാണോ അല്ലേ എന്നുള്ളത്? ഒരു ദർഗ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ആരാധന കേന്ദ്രം അതിനൊരു ബിസിനസ് ആകണമെങ്കിൽ ആദ്യമായി കൊണ്ടുവരിക ഇയാളൊരു വലിയാണെന്ന് ആളുകൾ പറയണം. ഇയാളൊരു വലിയാണെന്ന് പറയും. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, എന്നാൽ ഇന്ന് ഗുണങ്ങളുള്ള ആളുകളൊക്കെയാണ് വലിയാണെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നീട് ആ വലിക്ക് കറാമത്തുണ്ടെങ്കിൽ, അയാൾ കറാമത്തുകൾ കാണിക്കാൻ തുടങ്ങിയാൽ അയാൾ അള്ളാഹുവിന്റെ വളരെ അടുത്ത ഒരു വലിയായി മനസ്സിലാക്കുകയും പിന്നീട് ഇബാദത്തുകളും അതുപോലെയുള്ള പ്രാർത്ഥനകളും ഒക്കെ അയാളോട് അർപ്പിക്കുക എന്നുള്ളത്, അതാണ് ദീൻ താല്പര്യപ്പെടുന്നത് എന്നുമൊക്കെയാണ് ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, വലികളെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാമെന്നുള്ളതാണ്. ആരാണ് അള്ളാഹുവിന്റെ വലി? അതിനാണ് അദ്ദേഹം ഇതിൽ ആയത്തുകൾ കൊടുത്തിട്ടുള്ളത്. വയക്ഫി ഫി ഹാദാ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമോ? അള്ളാഹുവിന്റെ വലിയാരാണ്, പിശാചിന്റെ വലിയാരാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമോ? നിങ്ങൾക്ക് ആയത്തുൻ ഫി സൂറത്തിൽ ആലി ഇമ്രാൻ ഒരു ആയത്ത്, ഇത് തന്നെ ധാരാളമാണ്. അതിൽ കാണാം, വഹിയ ഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ അവരോട് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ആൾക്കാരാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അല്ല, അള്ളാഹുവിന്റെ വലി എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അള്ളാഹുവിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന് വലിയാണ് എന്നാണ് പറയുന്നത്. എങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട കാര്യം ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് പറയുക നബിയെ. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിലാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ വലികളായി അവർക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ വലികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ്. ആരാണോ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് അവനാണ് അള്ളാഹുവിന്റെ വലിയായി തീരുക. എത്ര കണ്ടുണ്ടോ അത്രയും അവൻ അള്ളാഹുവിനോട് അടുത്തതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞല്ലോ, ആരാണ് എന്റെ വലിയനെ ഉപദ്രവിച്ചത് അവനെതിരെ അള്ളാഹു തആല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു.
പിന്നീട് പറഞ്ഞു അവൻ ഫർദിന് പുറമെ സുന്നത്തുകളെല്ലാം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കണ്ണിനും കാതിനും ഒക്കെ സംരക്ഷണം നൽകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഹറാമുകളിൽ വീഴ്ത്തുകയില്ല. അല്ലാഹു അവന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല അവന് പാപങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് സംരക്ഷണം നൽകും. ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ വലി. അപ്പൊ അവർക്ക് അത് ലഭിക്കാനുള്ള കാര്യം, അല്ലാഹുവിന്റെ വിലായത്ത് ലഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തിബാ ഉണ്ടാവുക എന്നുള്ളതാണ്. സുന്നത്ത് ധാരാളമായി പിൻപറ്റുക. ഫർള് മാത്രം പോരാ, ഫർളിന് പുറമെ ധാരാളം സുന്നത്തുകൾ പിൻപറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ വലിയാകാനുള്ള ഏറ്റവും മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് അള്ളാഹുവിന് മുഴുവൻ ഫർളുകൾ അവൻ പാലിച്ചിരിക്കണം. മുഴുവൻ ഫർളുകൾ പാലിക്കാത്ത ഒരാൾക്കും അള്ളാഹുവിന്റെ വലിയാവാൻ സാധിക്കുകയില്ല. അതിനോടൊപ്പം എത്ര കണ്ട് സുന്നത്തുകൾ അവൻ വർദ്ധിപ്പിക്കുന്നുവോ അത്രയും അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഈ അസിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയകളാണെന്ന് പറഞ്ഞ ആളുകളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ നാട്ടിൽ വലിയകളാണെന്ന് പരിചയപ്പെടുത്തുന്ന ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ അളവിൽ അവർക്കുണ്ടായിരിക്കേണ്ട കാര്യം അവർ ഫർളുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. സുന്നത്ത് മാത്രം ഒഴിവാക്കിയാൽ പോരാ. സുന്നത്ത് നിസ്കാരം മാത്രമല്ല, ഫർള് തന്നെ നിസ്കരിക്കുകയില്ല, ജമാഅത്ത് നിസ്കരിക്കുകയില്ല, ഫർള് നിസ്കരിക്കുകയില്ല, റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയില്ല, സക്കാത്തോ ഹജ്ജോ ഇതൊന്നും അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇങ്ങനെയുള്ള ഒരു കൽപ്പനയും ചെയ്യാത്ത, ഒപ്പം ധാരാളം ഹറാമുകൾ ചെയ്യുന്ന, മയക്കുമരുന്നാകട്ടെ അതുപോലെ മദ്യമാകട്ടെ, ഇങ്ങനെയുള്ള സകല തോന്നിവാസങ്ങളും അത് ഹലാലായി കാണുന്ന ആളുകളെയാണ് പലപ്പോഴും ആളുകൾ വലിയകളായി കാണുന്നത്. ഒരൊറ്റ ഉദാഹരണം നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണോ? CM മടവൂർ എന്ന് പറയുന്നത് കോഴിക്കോട് ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്. മടവൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഉണ്ടായിരുന്ന ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു ഭ്രാന്തനായിരുന്നു ഈ CM മടവൂർ എന്ന് പറയുന്നത്. ഒന്നുകിൽ അയാൾ ഭ്രാന്തനാണ്, അല്ലെങ്കിൽ കടുത്ത കാഫറാണ്. യാതൊരു സംശയവും അതിലില്ല. കാരണം അയാൾ നിസ്കരിക്കാറില്ല, നോമ്പെടുക്കാറില്ല. നോമ്പെടുക്കുന്ന ആളുകളെ മുറിപ്പിക്കും. റമദാനിൽ ആരാണ് നോമ്പെടുത്തത് അത് മുറിപ്പിക്കും. ഇതാണ് ഇയാളുടെ പണി. ഇയാൾ തോന്നിവാസിയായി ഔറത്ത് പോലും കൃത്യമായി മറക്കാതെ നാടുകളിലൂടെ നടക്കുന്ന ഒരു ഭ്രാന്തൻ അല്ലെങ്കിൽ കാഫർ. ഇതിലല്ലാതെ വേറൊരു ഓപ്ഷൻ അയാൾക്ക്, ഒന്നുകിൽ അയാൾക്ക് തക്ലീഫ് ഇല്ലാത്ത ആളായിരിക്കണം, ബുദ്ധിയില്ലാത്ത ആളുകൾ, അവരെ കുറിച്ച് അവർക്ക് ഇബാദത്തുകൾ നിർബന്ധമില്ല, തക്ലീഫ് ഇല്ലാത്ത ഭ്രാന്തന്മാരാണ് അവർ, അല്ലെങ്കിൽ തനിച്ച കാഫറായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു താഗൂത്താണ് ഇയാൾ. ഒരു അമലും ചെയ്യാത്ത, അമലുകൾ ചെയ്യുന്ന ആളുകളെ അതിൽ നിന്നും തടയുന്നതായ ശരിയായ ശൈത്താനാണ് ഇയാൾ. പക്ഷെ ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും ഇയാളുടെ കറാമത്തായി എഴുതി വെച്ച കാര്യമാണ്. അല്ലാതെ നമ്മൾ വേറെ എവിടെയും കൊണ്ടുപോയി എടുത്തതല്ല. ഇവരുടെ കറാമത്തായിട്ട് എഴുതി വെക്കുന്ന ആളാണ് ഇയാൾ. ഇങ്ങനെ ജമാഅത്തിന് ഉണ്ടാവുകയില്ല ഇയാൾ. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇത് ഇവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, യാദർശികമായി വന്ന കാര്യമല്ല. ഇവരുടെ ഒരു വിശ്വാസമുണ്ട്, ഒരാൾ വലിയന്റെ വിലായത്തിന്റെ പദവി എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള അനുവാദമുണ്ട്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നവാഖിദുൽ ഇസ്ലാമിൽ 9ാമത്തെ നാഖിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമായിട്ട് പറഞ്ഞത്, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീഅത്തിൽ നിന്നും ഖദർ അലൈഹി സ്വലാം പുറത്തേക്ക് കടന്നതുപോലെ കടക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ കാഫിറാണ് എന്നാണ്. ഇവരിങ്ങനെ ഒരു ചരിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യാത്തതെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇവരങ്ങനെ ഒരു മടിയന്മാരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ യാദൃശികമായി വരുന്നതാണ്. ഇവർ ഇബാദത്തൊന്നും ചെയ്യാതെ ഇങ്ങനെ ഹറാമുകൾ കള്ളുടിക്കുക. എന്താണ് ഇങ്ങനത്തെ ത്വരീഖത്തിന്റെ ശൈഖന്മാരും ഈ പറയുന്ന ഔലിയാക്കളൊക്കെ കള്ളുടിക്കുന്നത്, കഞ്ചാവിന്റെ അടിമകളായി തീരുന്നത്? ഇത് വെറുതെ ഉണ്ടാകുന്നതല്ല, ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതായത് ഇബാദത്തുകൾ ചെയ്തു. അതിനായി ആദ്യമായി അള്ളാഹുവിന്റെ ഒരു ആയത്ത് ദുർവ്യാഖ്യാനിച്ചു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിങ്ങൾക്ക് യഖീൻ എത്തുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യുക എന്നാണ്. എന്താണ് യഖീൻ എന്ന് പറഞ്ഞാൽ? മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണത്. അൽ മൗത്ത്, മരണമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു പദവിയിലെത്തുക എന്നുള്ളതല്ല. ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ഒരു പദവിയെ കുറിച്ചിട്ടല്ല അവിടെ യഖീൻ, ദൃഢവിശ്വാസം എന്ന അർത്ഥത്തിലല്ല. മറിച്ച് മരണം വരെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ ഇബാദത്ത് ചെയ്തിരുന്നു. അവിടുന്ന് കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും രണ്ടാളുകളുടെ ചുമലിൽ കൈയിട്ടുകൊണ്ട് ജമാഅത്ത് നിസ്കാരത്തിന് എത്തിയിരുന്നു. അത്രയും വയ്യാടായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നത്. മരണം വരെ അവിടുന്ന് ഇബാദത്ത് ചെയ്ത് കാണിച്ചു. സ്വഹാബികളെല്ലാം തന്നെ മരണം വരെ ഇബാദത്ത് ചെയ്ത് കാണിച്ചു. അവരാരും ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു യഖീനെത്തി കഴിഞ്ഞതിന് ശേഷം ഇബാദത്തുകൾ ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ ഈ സൂഫികളായ ആളുകൾ, ഇത്തരം ത്വരീഖത്തിന്റെ ആളുകൾ, വലിയകളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവർ ഒരു പരിധിയിൽ അതിന് വിലായത്തിലെത്താൻ വേണ്ടി ഇവരുണ്ടാക്കിയ ചില പൈശാചിക ദിക്റുകൾ ഉണ്ടാകും. ഹാ ഹൂ ഹി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദിക്റുകൾ ഉരുവിട്ട് അങ്ങനെ വലിയായി എന്നവർ സങ്കല്പിക്കും. ആ വലിയായി കഴിഞ്ഞാൽ പിന്നീട്
ഈ ശരീഅത്ത് നിയമം അവർക്ക് ബാധകമല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇവർ നിസ്കരിക്കാത്തത്, അതുകൊണ്ടാണ് ജമാഅത്തിൽ വരാത്തത്, അതുകൊണ്ടാണ് നോമ്പെടുക്കാത്തത്. കാരണം വലിയ വിലായത്ത് എനിക്ക് എത്തിയാൽ എനിക്ക് പിന്നീട് നിസ്കാരത്തിന്റെ ആവശ്യമില്ല എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇനി എനിക്ക് ഈ ശരീഅത്തിലുള്ള നിയമങ്ങൾ വേണ്ട. ശരീഅത്തിന്റെ നിയമങ്ങൾ സാധാരണക്കാരായ, എന്തിനാണ് ഈ ഇബാദത്ത് എന്ന് പോലും അതിന്റെ ലക്ഷ്യം പോലും അറിയാത്ത സാധാരണക്കാർക്കാണ് ശരീഅത്തിന്റെ നിയമങ്ങൾ. അതാ ഇബാദത്തിന്റെ ലക്ഷ്യമൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പരിധിയിലെത്തിയാൽ പിന്നീട് എനിക്ക് ഇബാദത്തുകൾ ആവശ്യമില്ല, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാം. കള്ളു കുടിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ഹലാലായി കാണുന്നത്? കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിലാണ് കള്ളു കുടിക്കൽ ഹറാം, എനിക്കിന് അതിന്റെ ആവശ്യമില്ല, ഞാൻ അതിന്റെ പരിധി കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ വിശ്വാസത്തിലുള്ള ഏറ്റവും തെമ്മാടികളായ ആളുകൾ ആദ്യം അവർ തെറ്റായ വിശ്വാസമുണ്ടാക്കി അങ്ങനെ സകല ഹലാലുകളും സകല ഹറാമുകളും ഹലാലാക്കി, എല്ലാ വാജിബുകളും അവർ ഒഴിവാക്കി പാഴാക്കി കളഞ്ഞു. അങ്ങനെയുള്ള ശൈത്താന്മാരെയാണ് വലിയകളായി കാണുന്നത്. യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാൽ മക്ക മുശ്രിക്കുകൾ പോലും ഇങ്ങനെയുള്ള വലിയകളെ ആരാധ്യന്മാരെ സ്വീകരിച്ചിട്ടില്ല. മക്ക മുശ്രിക്കുകൾ വലിയകളായി സ്വീകരിച്ചിരുന്നത് ലാത്തയാകട്ടെ ഉസ്സയാകട്ടെ നല്ല ആളുകളായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഹാജിമാർക്ക് ഖിദ്മത്തുകൾ ചെയ്തിരുന്ന, മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്ന നല്ല വ്യക്തികളാണ്. അവരെക്കുറിച്ച് ഒന്നും അവരിങ്ങനെ മോശപ്പെട്ടവരാണ് എന്ന് അറിയിക്കുന്ന ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അവരെക്കാളും മോശമാണ് ഈ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ എന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഖവായിദുൽ അർബയിൽ 4ാമത്തെ തത്വമായിട്ടൊക്കെ പറഞ്ഞതിന്റെ ഒരു കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് ഇതാണ്. കാരണം ഇന്ന് സാലിഹ്യങ്ങളെ പോലെയല്ല ഇബാദത്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഇബാദത്തുകളൊന്നും ചെയ്യാത്ത ശൈത്താന്മാരെയാണ്. അതുകൊണ്ട് തന്നെ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരാണ് പിശാചിന്റെ ഔലിയാക്കൾ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതിന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്, അൽ ഫുർഖാനു ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇശ് ശൈത്താൻ. ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരാണ് പിശാചിന്റെ ഔലിയാക്കൾ? കാരണം ഈ വ്യക്തത മനസ്സിലാകാത്തത് കൊണ്ടാണ് പലരും ഇതിൽ പെട്ടുപോകുന്നത്. കാരണം ഈ പിശാചിന്റെ ഔലിയാക്കൾ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കാണിക്കുന്നത് പല സിഹ്റുകളും അതുപോലെ തന്നെയുള്ള ജ്യോത്സ്യപ്പണികളും ചെയ്തുകൊണ്ടിട്ടുള്ള, അതുപോലെ തന്നെ തട്ടിപ്പുകളും ചുപ്പടി വിദ്യകളൊക്കെയുമായിട്ട് ഇങ്ങനെയുള്ള സിഹറിന്റെ പണികൾ ഏറ്റെടുത്തുകൊണ്ട് പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കും. ഇന്ന് ഔലിയ അടുത്ത് പോയപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ ഒരാൾ ചെയ്താൽ ഇവൻ ഔലിയാണ് എന്നാണ് ആളുകൾ പറയുന്നത്. ഇവൻ ഔലിയാണ്, കാരണം ഇവൻ കറാമത്തുണ്ട്. കാരണം കറാമത്ത് വെളിപ്പെട്ടല്ലോ. കറാമത്ത് വെളിപ്പെട്ടാൽ പിന്നീട് ഔലിയാണ്. ഔലിയായാൽ പിന്നീട് അയാൾക്കുള്ള ഹക്കുകൾ നമ്മൾ കൊടുക്കണം, അയാളെ ബഹുമാനിക്കണം, അയാൾ ആദരിക്കണം, അയാളിൽ നിന്ന് ബർക്കത്തുകൾ സ്വീകരിക്കണം. അയാൾ മരിച്ചാൽ അയാൾ കബറിന്റെ അടുക്കൽ പോകണം, കബർ കെട്ടിയുയർത്തണം. ഔലിയാണെങ്കിൽ കബർ കെട്ടിയുയർത്തണം. കബർ സാധാരണ നൽകേണ്ട, അയാളൊന്നും ഔലിയല്ല. ഖബർ കെട്ടി ഔലിയാക്കളാകുമ്പോൾ ഖബർ കെട്ടിയുയർത്തണം. പിന്നീട് അവിടെ പോയി പ്രാർത്ഥിക്കണം, അയാൾ ഇടയാളനായി തേടണം. ഇനി സാധിക്കുന്നവർ അയാളുടെ പേരിൽ മദ്ഹ് ഗാനങ്ങൾ എഴുതണം, പദ്യരൂപത്തിൽ ഗദ്യരൂപത്തിൽ മിശ്രിതമായി ഒക്കെ ഇങ്ങനെ മൗലൂദുകൾ എഴുതണം. ഇതൊക്കെ ഔലിയായുടെ ബാധ്യതയായി കാണുകയാണ്. ഈ പിശാചിന്റെ സഹായത്തോടുകൂടി പല സിഹറുകളും ചെയ്തുകൊണ്ട് ഈ ചൊപ്പടി വിദ്യ കാണിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ മാജിക്കുകൾ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാർ കാണിക്കാത്ത കാര്യങ്ങളാണ് ഒരാളെ ഔലിയായി തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ ഇവിടെ എത്ര സായിബാബമാർ കടന്നുപോയിട്ടുണ്ട്, എത്ര അമ്മമാർ കടന്നുപോയിട്ടുണ്ട്, അങ്ങനെയുള്ള പല ദിവ്യശക്തികളും പറയുന്ന പാസ്റ്റർമാർ കടന്നുപോയിട്ടുണ്ട്. ഇവരൊക്കെ ആരാധിക്കപ്പെടേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനുഷ്യർക്ക് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളതല്ല കറാമത്തിന്റെ, അതല്ല ഒരാൾ ഔലിയാണ് എന്നുള്ളതിന് അടയാളം. മറിച്ച് ഔലിയാണ് എന്നതിന്റെ ഒന്നാമത്തെ അടയാളം അൽ ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അറിയുക അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ, അവർക്ക് പേടിയില്ല, ഭാവിയെ കുറിച്ച് പേടിക്കുകയില്ല, അല്ലാഹുവിൽ കുറച്ച് പ്രതീക്ഷയുള്ളവരാണ്. വലാ ഹും യഹ്സനുൻ, ദുനിയാവിനെ കുറിച്ചിട്ടുള്ള ദുഃഖങ്ങളും വ്യാകുലതകളും അവർക്കില്ല. എങ്ങനെയുള്ളവരാണ് അവർ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ വിശ്വാസികളാണ്, അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. വകാനു യത്തഖൂൻ, തഖ്വ കാണിക്കുന്നവരാണ്. എന്താണ് തഖ്വ? അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ മുറപ്രകാരം ചെയ്യുക, അല്ലാഹു വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അങ്ങനെ ചെയ്യുന്നവരാണ് ഔലിയാക്കൾ എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൽപ്പനകൾ പാലിക്കാത്ത, ഹറാമുകൾ ചെയ്യുന്ന ഈ ആളുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കളല്ല എന്ന കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊപ്പടി വിദ്യകൾ കാണിക്കുക എന്നുള്ളത് ഒരാൾ ഔലിയാണ് എന്നുള്ളതിനുള്ള തെളിവല്ല. ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ ആയത്തുകളിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ആളുകൾ പറയുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ഔലിയ എന്ന ആളുകളുടെ വശം, ആളുകൾ എന്താണ് പറയുന്നത്? വമൻ തബിഅഹും ഫലൈസ മിൻഹും, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുന്നവൻ അവൻ ഔലിയാക്കളിൽ പെട്ടവനല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവൻ പറയും അവന്റെ ദർജ ചെറുതാ, കാരണം അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നത്, അതിൽ നിന്നും പുറത്തേക്ക് കടക്കണമെന്നാണ്. അതുപോലെ സഹോദരങ്ങൾ മനസ്സിലാക്കുക, ഇവരുടെ നിഗൂഢമായ വിശ്വാസത്തിൽപ്പെട്ടതാണ് നുബുവത്തിന്റെ പദവിയെക്കാളും വലുതാണ് വിലായത്തിന്റെ പദവി.
അഥവാ നബിമാരെക്കാളും ഔലിയാക്കൾക്ക് സ്ഥാനമുണ്ട് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഖദിർ നബിയല്ല വലിയാണ് എന്ന് വ്യക്തമായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണെന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. എന്തിനാണ് അങ്ങനെ പറയുന്നത്? കാരണം ഈ ഒരു ധാരണ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ ഇവർക്ക് പറയാം. നമുക്കറിയാമല്ലോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഖദിറിന്റെയും കഥ നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ നിന്നും പാരായണം ചെയ്യുന്നതാണ്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പല കാര്യങ്ങൾ പറയുന്നതും ഖദിറിന് അതിനേക്കാൾ കൂടുതൽ അറിവുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് പലതും മനസ്സിലാകുന്നില്ല. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വഹി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന് ഹിക്മത്ത് എന്താണെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലാകുന്നില്ല. കുട്ടികളെ കൊല്ലുന്നുണ്ട്, അങ്ങനെ കപ്പല് തുളയിടുന്നുണ്ട്, അല്ലെ, മതിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ഇവർ പറഞ്ഞു വരുന്നത് നബിക്ക് മനസ്സിലാകാത്ത കാര്യം വലിയെന്ന് മനസ്സിലായി. ഖദിർ വലിയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന നുബുവത്തിലൂടെ കിട്ടുന്ന ഹദീസുകളൊക്കെ അത് അതിന്റെ റാവിമാരൊക്കെ മരിച്ച ആളുകളാണ്. മരിച്ച ആളുകളുടെ ഇൽമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഹദീസുകൾ. നമുക്ക് കിട്ടുന്ന വലിയുടെ അടുത്ത് കിട്ടുന്ന ഇൽഹാമിലൂടെ കിട്ടുന്ന പുത്തൻ അറിവാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് ഈ ത്വരീഖത്തിന്റെ ശൈഖന്മാരുടെ അടുക്കലേക്ക് ആളുകൾ പോകുന്നത്. അപ്പൊ ഇവർക്ക് പിശാജ് എന്തെങ്കിലും രൂപത്തിലുള്ള ഇൽഹാമുകൾ, പിശാജിന്റെ മന്ത്രങ്ങളൊക്കെ ഇട്ടുകൊടുക്കും. അപ്പൊ അതിന്റെ അനുസരിച്ച് ഇങ്ങനെ ചെയ്തോളൂ, അങ്ങനെ ചെയ്തോളൂ, അങ്ങനെ പല രൂപത്തിലുള്ള സിഹറിന്റെയും ജ്യോത്സ്യപ്പണികളും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പല മന്ത്രങ്ങളും കാണിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകൾ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കണം. ഇത് പിശാജ് ചെയ്യുന്നതാണ്. ആളുകൾക്ക് പ്രചാരമുള്ള ചില ഐലൻഡുകളൊക്കെ ഉണ്ട്. അവിടെ വലിയ മറിയം ബീവിയുടെ ഒരു വലിയ വിഗ്രഹം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്നോ ആളുകൾ ഇങ്ങനെ ആരാധനയ്ക്ക് പോയപ്പോൾ അതിൽ നിന്നും ശബ്ദങ്ങളും അതിൽ നിന്നും ചില അനക്കങ്ങളൊക്കെ കേട്ടു. കൂടുതൽ നസ്രാണികൾ അതിലേക്ക് വഞ്ചിതരായി. പിശാച് ചെയ്യുന്ന ചെറിയ പണിയാണ്, പിശാച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കുക, എന്തെങ്കിലും കോലങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പൊ അത് ശരിക്കും ദൈവമാണ് എന്നുള്ള ചിന്ത വരികയാണ്. അപ്പൊ അതിലേക്ക് കൂടുതൽ ആളുകൾ എത്തും. അതുപോലെ ഇങ്ങനെ ഒരു ആളുകൾ വലിയ എന്ന് പറയുന്ന ഒരൊറ്റ ആളെ കിട്ടാൻ മതി. പിശാചിന് അയാളിലൂടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്താൽ ആ പ്രദേശത്തുള്ള ഒരുപാട് സാധുക്കളെ, അല്ല ഇയാളെ വാർത്ത കിട്ടുന്ന എല്ലാത്തിലെയുള്ള ആളുകളെ പഴപ്പിക്കാൻ സാധിക്കും. ഒരു CM മടവൂർ മതി പിശാചിന്. ഇയാൾ ദുനിയാവിലുള്ള മലയാളികളെ മൊത്തം പഴപ്പിക്കാൻ അത് മതി. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ആരാണോ സുന്നത്തിനെ പിൻപറ്റുന്നത് അവർ അവരിൽ പെട്ടതല്ല എന്നാണ് ആളുകൾ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. വലാബുദ്ദ മിൻ തർക്കിൽ ജിഹാദ്. അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പാടില്ല. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള കാലത്ത് ജിഹാദ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യുന്നവൻ വലിയല്ല എന്നാണ്. ഫമൻ ജാഹദ ഫലൈസ മിൻഹും. ജിഹാദ് ചെയ്യുന്നവൻ വലിയല്ല. വലാബുദ്ദ മിൻ തർക്കിൽ ഈമാനി വത്തഖ്വ. വിശ്വാസമോ തഖ്വയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഫമൻ തഅഹദ ബിൽ ഈമാനി വത്തഖ്വ ഫലൈസ മിൻഹും. ആരാണ് ഈമാനും തഖ്വയും ജീവിതത്തിൽ പകർത്തുന്നത് അവൻ അവരിൽ പെട്ടവനല്ല. ഇത് പറഞ്ഞപ്പോൾ ഷെയ്ഖ് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബന, അല്ലാഹുവിന്റെ എന്റെ റബ്ബേ, നസ്അലുകൽ അഫ്വ വൽ ആഫിയ. ഞങ്ങൾ അല്ലാഹുവിന്റെ അഫ്വും ആഫിയത്തും ചോദിക്കുന്നു. ഇന്നക സമീഉദ് ദുആ. നീ എല്ലാം ഉത്തരം നൽകുന്നവനാണല്ലോ. സഹോദരങ്ങൾ, അത്രയും വലിയ അബദ്ധത്തിലാണ് ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു നിലക്കുമുള്ള ഇത്തിബാഓ ഈമാനോ തഖ്വയോ ഒന്നുമില്ലാത്ത ആളുകൾ വലിയകളായി കാണുകയും പിന്നീട് ആ വലിക്കില്ലാത്ത ഒരുപാട് ഹക്കുകൾ വെച്ച് അള്ളാഹുവിനെതിരെ കളവ് പറഞ്ഞുകൊണ്ട് ആ വലികളോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായി നമ്മൾ പറഞ്ഞത്. അൽ-അസ്ലു സാദിസ്, ആറാമത്തെ അടിസ്ഥാനം, അവസാനത്തേത്, റദ്ദു ശുബ്ഹത്തി അല്ലതി വദഅഹ അശ്-ശൈത്താനു ഫീ തർക്കിൽ ഖുർആനി വസ്സുന്നഹ് വത്തിബാഇൽ ആറാഇൽ വൽ അഹ്വാഇൽ മുതഫർരിഖത്തിൽ വൽ മുഖ്തലിഫ. എന്താണത്? ഖുർആനും സുന്നത്തും ഒഴിവാക്കേണ്ടതാണ്, അതിൽ നിന്നല്ല നമ്മൾ നമ്മുടെ ഇബാദത്തുകൾക്കുള്ള തെളിവ് പിടിക്കേണ്ടത് എന്ന സംശയത്തിനുള്ള മറുപടിയാണ് ഈ ആറാമത്തെ അടിസ്ഥാനം. അവർ പറയുന്നത് ആളുകളുടെ വ്യത്യസ്തത്തിലുള്ള അഭിപ്രായങ്ങളും അങ്ങനെ വീക്ഷണങ്ങളുമാണ് നമ്മൾ പാലിക്കേണ്ടത്. ഖുർആനും സുന്നത്തും അത് നമ്മൾ പിൻപറ്റാൻ പാടില്ല. എന്താണ് അവർ അതിനുള്ള കാരണമായി പറയുന്നത്? അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, വഹി അന്നൽ ഖുർആന വസ്സുന്ന ലാ യഅരിഫുഹാ ഇല്ലൽ മുജ്തഹിദുൽ മുഖ്തലഖ്. കാരണം ഖുർആനും സുന്നത്തൊക്കെ വലിയ മുജ്തഹിദുൽ മുഖ്തലഖ്, ഒരാൾ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ വലിയ ദർജകളുണ്ട്. ഏറ്റവും വലിയ ദർജയിൽപ്പെട്ടതാണ് അൽ മുജ്തഹിദുൽ മുഖ്തലഖ്. നിരുപാധികമായി ഖുർആനും സുന്നത്തും മുൻവെച്ചുകൊണ്ട് വിധികളൊക്കെ പറയാൻ പറ്റുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണ് അൽ മുജ്തഹിദുൽ മുഖ്തലഖായ പണ്ഡിതന്മാരെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് ഈ ഖുർആനും സുന്നത്തൊക്കെ നോക്കാൻ പറ്റുള്ളൂ. സാധാരണക്കാർ ഖുർആനും സുന്നത്ത് നോക്കാൻ പാടില്ല എന്നാണ്. ഇതും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാടുകളിൽ മുമ്പ് ഖുർആനിന്റെ പരിഭാഷയോ അല്ലെങ്കിൽ ഖുർആന്റെ ദർസുകളോ ഒന്നും തന്നെ ആരും നടത്തിയിരുന്നില്ല. അതിന് കാരണം എന്താണ്? ഖുർആൻ നമ്മൾ അങ്ങനെ നോക്കിയാൽ പഴച്ചു പോകും. ഖുർആന്റെ അർത്ഥം ഉണ്ടാക്കിയാൽ പഴച്ചു പോകും. ഖുർആനിന്റെ അർത്ഥം ഉണ്ടാക്കിയപ്പോൾ അത് കത്തിച്ചു കളയണമെന്നിവിടെ ഫത്വ കൊടുക്കുകയുണ്ടായി. ഇതൊക്കെ പിശാചിന്റെ ശുബഹത്തുകൾ ഉണ്ടാക്കിയതാണ്. എന്താണത്? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവൻ പഴച്ചു പോകും. അത് മുജ്തഹിദുകളായ ആളുകൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ പിശാച് ഉണ്ടാക്കി വെച്ച ഒരു സന്ദേഹമാണ്. കാരണം ഖുർആനിലേക്കും സുന്നത്തിലേക്കും ആളുകൾ മടങ്ങിയാൽ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ച ദീനിലേക്ക് തിരിച്ചെത്തും. അവനറിയാം
അതുകൊണ്ട് അവരുണ്ടാക്കി വെച്ചൊരു കാര്യമാണ്. ഖുർആൻ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മുജ്തഹിദ് മുത്ലഖിനാണ്. സഹോദരങ്ങൾ, ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ശരിയാണ്, ഖുർആനിന്റെ മുഴുവൻ കാര്യങ്ങളും എല്ലാ സാധാരണക്കാർക്കും എടുത്തുവെച്ച് അതിലുള്ള അഹ്കാമുകൾ വിശദീകരിക്കാൻ കഴിയണമെന്നില്ല, സാധിക്കുകയില്ല. ഇൽമ അത്യാവശ്യമാണ്. അതിന്റെ അർത്ഥം ഖുർആനിലെ മുഴുവൻ ആയത്തുകളും സകല ആളുകൾക്കും എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അഹ്കാമുകൾ ഇന്നതാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഫായിദകൾ ഇന്നതാണ് എന്നെല്ലാവർക്കും പറയാൻ സാധിക്കില്ല. അതിന് ധാരാളം അറിവ് അത്യാവശ്യം തന്നെയാണ്. ഖുർആനിന്റെ മറ്റായത്തുകളെ കുറിച്ചും തഫ്സീറുകളെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും കൃത്യമായ അറിവുണ്ടാകണം എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. പക്ഷേ അതിന്റെ അർത്ഥം ഖുർആനിൽ ഒന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നല്ല. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ച് അഭിസംബോധന ചെയ്തത് തന്നെ മക്കയിലുള്ള ഖുറൈശികളായ കുഫാറുകൾക്കെതിരെയാണ്. അവരൊക്കെ മുജ്തഹിദ് മുത്ലഖായിരുന്നു. അല്ലാഹു തആല അവർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയത്ത് ഓതി കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ അവരൊക്കെ അങ്ങനെയുള്ള മുജ്തഹിദ് മുത്ലഖായതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയും അവരങ്ങനെ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തത്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ മാത്രമാണോ ഈ ദഅവത്ത് സ്വീകരിച്ച് ദീനിലേക്ക് വന്നത്? ഒരിക്കലുമല്ല. ഖുർആനിലുള്ള ആയത്തുകൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, വിശിഷ്യ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, ശിർക്കിൽ നിന്നും താക്കീത് ചെയ്യുന്ന മുഴുവൻ ആയത്തുകളും ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഖുർആൻ പാരായണം അർത്ഥസഹിതം തഫ്സീർ അടക്കം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഖുർആനിന്റെ പ്രധാനപ്പെട്ട ആശയമായ തൗഹീദും അതുപോലെ തന്നെ ശിർക്കിനെതിരെയുള്ള താക്കീതുകളും ഇത് ആളുകൾക്കിടയിൽ വ്യക്തമാകും. നമ്മൾ ഒന്നുമില്ലാണ്ടായിപ്പോകും, നമ്മുടെ സ്ഥാനം ഇതോടുകൂടി തീർന്നു പോകും, നമ്മൾ അലിഞ്ഞു പോകും എന്ന് മനസ്സിലാക്കിയ ഈ വൃത്തികെട്ട പണ്ഡിതന്മാർ അവരുണ്ടാക്കിയൊരു അടിസ്ഥാനമാണ് ഖുർആൻ ആരും വായിക്കാൻ പാടില്ല, സുന്നത്തുകൾ ആരും വായിക്കാൻ പാടില്ല, അത് വായിച്ചാൽ പിഴച്ചു. ഈ അടുത്തുപോലും ഈ ഇവരുടെ ഒരു ജിഫ്രി തങ്ങൾ ഇയാൾ വീണ്ടും ഈ വാദം വിളിച്ചു പറയാൻ തുടങ്ങി. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, ഖുർആൻ വായിച്ചാൽ ഖുർആനിന്റെ അർത്ഥങ്ങളൊക്കെ ഇറക്കിയാൽ ആളുകൾ പിഴച്ചു പോകും എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് വീണ്ടും പറയാൻ തുടങ്ങി. കാരണം ഇടക്കാലത്ത് അവർ ഇത് നിർത്തിവെച്ചിരുന്നു. കാരണം അവർക്ക് ആളുകളുടെ ഒഴുക്ക് തടയാൻ സാധിക്കാതെ വന്നപ്പോൾ ഖുർആനും സുന്നത്തുകളും ആളുകൾ വിശദീകരിച്ച് തൗഹീദിലേക്ക് ആളുകൾ കടന്നു വന്നപ്പോൾ പിന്നീട് പുതിയ തന്ത്രമായി ഇറങ്ങി ഖുർആനും സുന്നത്ത് ഇവർ കയ്യിലെടുക്കാൻ തുടങ്ങി. എന്നിട്ട് അതിലില്ലാത്ത വിശദീകരണങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. അല്ലാഹു തആല തൗഹീദിന് വേണ്ടി തൗഹീദിലേക്ക് ക്ഷണിച്ച ആയത്തുകൾ പോലും എടുത്തിട്ട് ഷിർക്കിലേക്ക്, അല്ലാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവുകളായിട്ട് ഇവർ വാദിക്കാൻ തുടങ്ങി. ഓരോ കാലഘട്ടങ്ങളിൽ പിശാച് പല രൂപത്തിലാണ് ആളുകളെ പഴപ്പിക്കുന്നത്. ഒരു കാലത്ത് ഖുർആൻ സുന്നത്തും തീരെ വേണ്ട എന്ന് പറഞ്ഞവർ പിന്നീട് ഖുർആൻ സുന്നത്തും എടുത്ത് അതിലുള്ള വല്ല സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ആളുകളെ തൽബീസാക്കിക്കൊണ്ട് അവർ വാദിക്കാൻ തുടങ്ങി. എന്ന് നോക്കൂ സഹോദരങ്ങൾ, ഇവർ ഈ പറയുന്ന മുജ്തഹിദ് മുത്ലഖുകൾക്ക് മനസ്സിലാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും. കുറച്ച് പണ്ഡിതന്മാർ, ഇവർ അല്ല. ഇവർ പറയുന്ന ഈ ആളുകളെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് വഹുവൽ മൗസൂഫ് ബികദാ വകദാ ഔസാഫൻ ലഅൽഹ ലാ തൂജദു താമതൻ ഫീ അബീ ബക്കർ വ ഉമർ. ഒരു മുജ്തഹിദ് മുത്ലഖ് അയാൾക്ക് ഇന്ന അറിവുണ്ടാകണം, ഇന്ന കാര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞു അയാൾക്കുള്ള വിശേഷണം മഹാനായ അബൂബക്കറിനോ ഉമറിനോ റളിയല്ലാഹു അൻഹുമ അവർക്ക് പോലും ഇല്ലാത്ത രൂപത്തിലുള്ള വലിയ ദർജ ഉണ്ടാണ്. ചുരുക്കത്തിൽ ആർക്കും മനസ്സിലാവുകയില്ല എന്നാണ് രത്നചുരുക്കം. പക്ഷെ അവർ പല രൂപത്തിൽ പറഞ്ഞ് ആളുകളെ വഴി പഴപ്പിക്കും എന്നു മാത്രം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇവർ ഫഇൻ ലം യകുനിൽ ഇൻസാനു കദാലിക്, ഒരാൾക്ക് അത്ര വലിയ മുജ്തഹിദ് മുത്ലഖാവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫൽയുഇദ് അൻഹുമാ ഫർദൻ ഹത്മൻ ലാ ശക്ക വലാ ഇഷ്കാല ഫീ, അങ്ങനെ ഖുർആനിൽ സുന്നത്തും അവർ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് അവർ വാദിച്ചു കളഞ്ഞത്. അദ്ദേഹം പറയുന്നു, വമൻ ത്വലബൽ ഹുദാ മിൻഹുമാ ഫഹുവ ഇമ്മാ സിന്ദീഖുൻ വ ഇമ്മാ മജ്നൂൻ, ആരെങ്കിലും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ അവർ ഒന്നുകിൽ ദീനിൽ നിന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ ഭ്രാന്തനായി പോകും. ലിഅജ്ലി സുഊബതി ഫഹമിഹിമ, കാരണം അത് മനസ്സിലാക്കൽ വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. ഖുർആൻ സുന്നത്തൊന്നും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കില്ല, അതൊക്കെ എടുത്താൽ തയ്ച്ചു പോകും. ഖുർആൻ സുന്നത്ത് തുറന്നു നോക്കരുത്. ഫസുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹു അത്ര പരിശുദ്ധനാണ്, അവനാണ് സകല സ്തുതിയും. കം ബയ്യന അല്ലാഹു സുബ്ഹാന ശർഅൻ വഖദറ ഖൽഖൻ വഅംറ ഫി റദ്ദി ഹാദിഹി ശുബ്ഹത്തിൽ മൽഊനതി മിൻ വജൂഹിൻ ശത്താ ബലഅത് ഇലാ ഹദ്ദി ദറൂറിയാത്തിൽ ആമ്മ വലാകിൻ അക്സറ الناس لا يعلمون. അല്ലാഹു തആല ഖുർആനിൽ എത്ര സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ കൊണ്ടാണ് ഒരാൾ നന്നാവുക, ഖുർആൻ അതിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞ മുശ്രിക്കുകൾ അതുകൊണ്ടാണ് അവർ സത്യം സ്വീകരിക്കാൻ സാധിക്കാതിരുന്നത് എന്ന് ഖുർആനിനെ ഒഴിവാക്കിയ ആളുകളെ കുറിച്ചിട്ടുള്ള താക്കീതുകൾ അല്ലാഹു തആല ഖുർആനിൽ എത്ര സ്ഥലത്ത് താക്കീത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സൂറത്ത് യാസീനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇന്നാ ജഅൽനാ ഫി അനാഖിഹിം അഗ്ലാല ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ഈ ഖുർആൻ സ്വീകരിക്കാത്ത ആളുകൾ അവരുടെ കഴുത്തിൽ ഒരു വളയമുണ്ടാക്കി, അത് അവരുടെ പെരടിയിലേക്ക് പോയി അവർ ബന്ധിസ്ഥരായ അവസ്ഥയിലാണ്, അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യബ്സുറൂൻ. അവർക്ക് മുന്നിലും പിന്നിലും തടസ്സങ്ങൾ ഉണ്ടാക്കി, അവർക്ക് ഖുർആനെ ഗ്രഹിക്കാൻ സാധിക്കുന്നവർ മൂടിയതുപോലെയാണ് എന്ന് കാണാം. എന്നിട്ട് അല്ലാഹു പറയുന്നു, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അവർക്ക് ഓതിക്കൊടുത്തിട്ടും താക്കീത് ചെയ്തിട്ടും ഇല്ലെങ്കിലും കാര്യമില്ല, വിശ്വസിക്കുകയില്ല. അങ്ങനെ വിശ്വസിക്കണ്ടെന്ന് വിചാരിച്ച കുറച്ച് ആൾക്കാരുണ്ട്.
അവർക്ക് എത്ര ആയത്തും ഹദീസും എങ്ങനെ കാണിച്ചു കൊടുത്താലും അത് വിശ്വസിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ദുനിയാവിൽ നൽകുന്ന ശിക്ഷയാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. വലിയ ശിക്ഷയാണ്. ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഹിദായത്തിന്റെ ആയത്തുകൾ വരുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത്രയും ദുൽമ ഹൃദയത്തിൽ കയറിക്കൂടിയാൽ പിന്നീട് ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയാണ്. പിന്നെ മനസ്സിലാക്കാൻ സാധിക്കൂല. എത്ര ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഓതിക്കൊടുത്താലും അള്ളാഹു തആലയെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്നുള്ള ആയത്തുകൾ മുഴുവൻ ഓതിക്കൊടുത്താലും അവർക്കത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. അത് വലിയ ശിക്ഷയാണ്. ആ ശിക്ഷ കൊടുത്തത് അള്ളാഹു തആല പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് അദ്ദേഹം സഹോദരങ്ങളെ ഈ ആയത്തുകളിൽ ഈ ഒരു അസ്ൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ അടിസ്ഥാനം ആളുകൾക്ക് ഖുർആനും സുന്നത്തൊക്കെ ഓരോരുത്തർക്കും സ്വന്തമായി ആശയങ്ങൾ മനസ്സിലാക്കി വിശദീകരിക്കാമെന്നാണോ? ഒരു കാര്യത്തിലും പണ്ഡിതന്മാരെ അവർ പറയുന്നത് ഏതെങ്കിലും രൂപത്തിൽ തഖ്ലീദ് അനുവദനീയമാണോ എന്നൊക്കെ സ്വാഭാവികമായി ചോദിക്കുകയാണ്. പണ്ഡിതന്മാർ പറയുന്നത് കാണാം. തഖ്ലീദ് രണ്ട് രൂപത്തിലുണ്ട്. ഹറാമായ തഖ്ലീദ് എന്ന് പറയുന്നത് വ്യക്തമായി തെളിവുകൾ കിട്ടിയിട്ടും കുഫാറുകൾ പറഞ്ഞതുപോലെ ഇന്ന വജദ്ന ആബാഅന അല ഉമ്മ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഒരു മാർഗത്തിൽ ഞങ്ങൾ കണ്ടു, അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുക, ഖുർആനിലോ ഹദീസിലൊന്നും വന്നാൽ ഞങ്ങൾ മാറുകയില്ല എന്ന് പറയുന്ന ആളുകൾക്കാണ്. അതാണ് മദ്മൂമായ തഖ്ലീദ്. എന്നാൽ അനുവദനീയമായ ചില തഖ്ലീദുകൾ ഉണ്ട്. ഇത് അനിവാര്യമായി നടക്കുന്ന കാര്യം തന്നെയാണ്. ജാഹിലുകളായ അറിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിവുള്ള ആളുകളോട് ചോദിക്കുകയും അവരുടെ വിശ്വസ്തതയും അതുപോലെ തന്നെ അവരുടെ വറവുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർ സൂക്ഷിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറഞ്ഞു തരുന്ന കാര്യം സ്വീകരിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞതല്ലോ, ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അറിവില്ലാത്തത്? അവൻ കാര്യം അറിയില്ല. അവൻ സ്വന്തമായി ഇജ്തിഹാദ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവൻ അറിവുള്ളവരാണ്. സാധിക്കുന്നില്ല, ഒരു വിഷയത്തിന്റെ മസ്അല മനസ്സിലാകുന്നില്ല. അറിവുള്ള ആളുകളോട് ചോദിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. ചോദിക്കുന്നവൻ വിവരമില്ലാത്തവനായിരിക്കും, ചോദിക്കപ്പെടുന്നത് യോഗ്യതയുള്ള പണ്ഡിതന്മാരോടുമായിരിക്കണം. ഇത് അനുവദനീയമായ കാര്യമാണ്. പക്ഷേ അതിനേക്കാളും തെളിവുള്ള ഒരു കാര്യം ഒരാൾ അവന് പറഞ്ഞു കൊടുത്താൽ ആ തെളിവിലേക്ക് മടങ്ങുക എന്നുള്ളത് അവൻ നിർബന്ധമായ കാര്യമാണ്. കാരണം അവൻ ആദ്യം ഒരു പണ്ഡിതനോട് ചോദിച്ചു. ഒരു പക്ഷേ പണ്ഡിതൻ മാസൂമല്ല, തെറ്റുപറ്റാം, അയാൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. വേറൊരു പണ്ഡിതൻ കൃത്യമായ ആയത്തുകളുടെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ ആ ശരി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്റെ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് ഒരിക്കലും ശരിയിലേക്ക് മടങ്ങാതിരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇതാണ് ഈ ആറാമത്തെ അസ്ലിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അവസാനമായി അദ്ദേഹം ആഖിറുഹു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറൻ ഇലാ യൗമിദ്ദീൻ എന്ന് അല്ലാഹുവിന് ഹംദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്തും ചൊല്ലിക്കൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലുന്ന സമയത്ത് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് നമ്മൾ സയ്യിദ് എന്ന് ചേർക്കുന്ന സമയത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ അത്തഹിയ്യാത്തിൽ സലാത്തുണ്ട്, അല്ല ഇബ്രാഹിമി സലാത്ത്, അതിൽ സയ്യിദ് എന്നുള്ളത് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പഠിപ്പിക്കാത്ത സ്ഥലങ്ങളിൽ സലാത്തായി ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണം പറയുന്ന സമയത്ത് അവിടുന്ന് സയ്യിദാണ്. അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്, സയ്യിദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പേര് പറയുമ്പോൾ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിൽ തെറ്റില്ല. അത് ശരിയാണ്, പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ സലാത്ത് ചൊല്ലുന്ന സമയത്ത് സയ്യിദുന എന്നുള്ളത് അത് ഹദീസുകളിൽ എവിടെയും നമുക്ക് സഹീഹായി കാണാൻ സാധിക്കുന്നില്ല. വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.